പാകിസ്ഥാൻ ഫെബ്രുവരി 5 കാശ്മീർ ഐക്യദാർഢ്യ ദിനമായിട്ട് ആചരിക്കുകയാണ്. അതായത് ഈ പറയുന്ന പാക് അധീന കാശ്മീരും ഇപ്പോഴുള്ള കാശ്മീരും അവർക്ക് വേണമെന്നുള്ളതാണല്ലോ അവരുടെ ഒരു എന്താ പറയുക ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലഷ്കർ ഇ തോയ്ബയും അതുപോലെ തന്നെ ഈ പറയുന്ന ജെയ്ഷെ മുഹമ്മദ് ഈ രണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങളും കൂടെ ചേർന്ന് പാകിസ്ഥാനും കൂടെ ചേർന്നുകൊണ്ട് പാക് അധീന കാശ്മീരിൽ വെച്ചൊരു വലിയ യോഗം സംഘടിപ്പിച്ചു. അത് ഇന്ത്യ വിരുദ്ധ യോഗമാണ്, അത്യാവശ്യം വലിയ പരിപാടിയായിരുന്നു. അതിലേക്ക് ഈ ഹമാസിൻ്റെ ആളുകളെ കൂടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഹമാസിൻ്റെ ആളുകൾ വന്നിറങ്ങുമ്പോൾ ഈ കുതിരപ്പുറത്തൊക്കെ വന്നിറങ്ങി അവർക്ക് വലിയ സ്വീകരണമൊക്കെയാണ് കൊടുത്തത്. എന്നിട്ട് ഇന്ത്യക്ക് നേരെ വലിയ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് ഇന്ത്യയെ നശിപ്പിക്കും എന്ന നിലയിലൊക്കെയാണ് അവിടെ കാര്യങ്ങൾ നടന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദിവസം തന്നെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യയുമായിട്ട് ഞങ്ങൾ സമാധാനപൂർണ്ണമായിട്ടുള്ള ചർച്ചയാണ് ആഗ്രഹിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ നടക്കുന്നത് വേറൊരു കാര്യം കൂടെയാണ്. ഹമാസ് കൂടുതൽ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ശ്രമം, ഇന്ത്യയിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുകൂടെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഈ നിലപാട് ഇരട്ടത്താപ്പല്ലേ? പാകിസ്ഥാൻ ഒന്ന് പറയുകയും വേറൊന്ന് പ്രവർത്തിക്കുകയല്ലേ ചെയ്യുന്നത്?